ഇപ്പം നിങ്ങൾ സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരാളെ കാണുമ്പോൾ അവരുടെ ഒരു ബേസിക് അനാലിസിസ് ആദ്യം എടുക്കുമല്ലോ. അങ്ങനെ എടുക്കുമ്പോൾ അവർ ഫൈനാൻഷ്യലി ഹെൽത്തി ആണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വളരെ നേരം സംസാരിക്കുക അവരോട് ചെയ്യുന്നത്. 1 മണിക്കൂർ 2 മണിക്കൂർ അവരോട് സംസാരിക്കണം. ഡിസ്കഷൻ മീറ്റിങ്സ് എടുക്കുക. ഓൺലൈനായിട്ടായിരിക്കും മീറ്റിങ്സ് എടുക്കുക. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടാണ്. ഇപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് സാർ ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഇത് സാറിന് സൂട്ടബിൾ ആണ് അങ്ങനെ പറഞ്ഞിട്ട് അത് സെല് ചെയ്യല്ല ഇവിടെ ചെയ്യുക. അവരെ കൊണ്ട് എന്താ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അവരൊന്ന് ഡിസിപ്ലിൻഡ് ആക്കുക ചെയ്യുന്നത്. ആ ഡിസിപ്ലിൻ്റെ പാർട്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരോട് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ ഇവരുടെ ഒരു നേച്ചർ മനസ്സിലാവും, സ്പെൻഡിങ് ഹാബിറ്റ്സ് മനസ്സിലാവും. പ്ലാനിങ് ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഹസ്ബൻഡിന് വേണ്ടിയിട്ടല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഫാമിലിക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 പേരും ഉണ്ടാവും മീറ്റിങ്ങിൽ. ഇപ്പോൾ 2 പേർക്കും 2 പേരുടെയും കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരു കൗൺസിലർ പോലെ ആയിരിക്കും നമ്മൾ ആ സമയത്ത് ഇരിക്കുക. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പറയാനുണ്ടാവും. നമ്മളോട് 2 പേർക്കും സംശയങ്ങൾ ചോദിക്കാനുണ്ടാവും. ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. ഇത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് എവിടെയാണ് ഇവരുടെ വീക്ക് പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ കുറേ പേരെ സ്റ്റോറി കേൾക്കുന്നതുകൊണ്ട് വീക്ക് പോയിന്റ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതനുസരിച്ച് പിന്നെ നമ്മൾ അതിനെ ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇവരോട് എടുക്കാനുള്ള സൊല്യൂഷൻ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടാകാം. പക്ഷെ അനലൈസ് ചെയ്തെങ്കിലും അതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ്.